ഇന്ന് നമുക്ക് ഡാനിഷ് പാൻകേക്ക് ബോൾസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് പേര് കുറച്ച് വലുതാണെങ്കിലും നല്ല സിമ്പിൾ റെസിപ്പിയാണ്, അതുപോലെ തന്നെ ഈസി റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരേ ഒരു മുട്ട, ഇത് നിങ്ങൾക്ക് മുട്ട ഇല്ലാണ്ടും ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ മുട്ട വേണ്ടാന്നുള്ളവർ ഇത് ഒഴിവാക്കാം. ഒരു 4 ടീസ്പൂൺ പഞ്ചസാര, ബട്ടർ നന്നായിട്ട് ഉരുക്കിയെടുത്തതാണ്. ഇത് ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിയ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിൽ പഞ്ചസാര ഒന്ന് അലിഞ്ഞു കിട്ടും. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ബട്ടർ മിൽക്ക് ഒരു 1/2 കപ്പ് തൈര് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അതിലൊരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിക്കുക. അപ്പോൾ അത് നല്ല മോര് പോലെയാവും. അത് ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ്, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇത് പതുക്കെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ മിക്സ് ആക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഈ നമ്മുടെ ബാറ്റർ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയാൽ മതി. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് കുറച്ച് ലൂസ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മിക്സ് ആക്കി നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി ഇത്രയും അളവ് മതി. കണ്ടോ, ഇത്രയാണ് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് പാൻ കേക്ക് ബോൾസ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് പാൻ കേക്ക് ബോൾസ് ഉണ്ടാക്കാം. അതേപോലത്തെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ പാൻ ചൂടാവുമ്പോൾ ബട്ടർ തടവി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലാക്കാം. കാരണം തീ ഫുള്ളിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം നമുക്കിതിൽ മാവ് ഒഴിച്ചു കൊടുക്കാൻ. മാവ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് മേലെ ഒന്നിങ്ങനെ പൊന്തി വരും. ഇങ്ങനെ ബബിൾസൊക്കെ വരും. ഇങ്ങനെ മേലെ ഇങ്ങനെ ബബിൾസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ പതുക്കേനൊന്ന് ഹാഫ് സർക്കിൾ പൊന്തിച്ചു കൊടുക്കാം. ഫുള്ള് വേണ്ട, പകുതി. ഇതേപോലെ എല്ലാതും ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മളെല്ലാം പകുതി പൊന്തിച്ചു കൊടുത്തു. ഇനി വീണ്ടും ഇതിലിങ്ങനെ ബബിൾസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡ് ഒന്ന് റൗണ്ട് ആക്കുക. ഈ സൈഡിലേക്ക് ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. ഇങ്ങനെ റൗണ്ടാക്കി കൊണ്ടുവരാം, ബോൾ പോലെ. ഒന്ന് റൗണ്ടായി കഴിയുമ്പോൾ പിന്നെ നമ്മളിത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് മറിച്ചിടാം ഫുള്ള്. അപ്പോൾ കറക്റ്റ് ബോളാവും. നമ്മളിങ്ങനെ ഫുള്ള് മറിച്ചിടുമ്പോൾ ഏതാണ്ട് ഒരു റൗണ്ട് വന്നതിന് ശേഷം നമ്മളിങ്ങനെ ഫുള്ള് മറിച്ചിടാം. അപ്പോൾ കറക്റ്റ് ബോളാവും അത്. എല്ലാം അങ്ങനെ ഫുള്ള് മറിച്ചതിന് ശേഷം പിന്നെ നമ്മളിത് അങ്ങനെ ഒന്ന് റൗണ്ട് ആക്കിക്കൊണ്ടേയിരിക്കുക. കണ്ട, നല്ല ബോൾ പോലെ വന്നിട്ടില്ലേ, കറക്റ്റ് നല്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് പാൻ കേക്ക് ബോൾസ് എന്ന്. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. വേണ്ട നോക്കി, നല്ല ബോളല്ലേ. മേലെ നമുക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ
കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ ജാമോ കൂട്ടി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം.